അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി നമുക്ക് നിർവഹിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്നിട്ടുള്ള ദുആ ദിക്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രാർത്ഥനകളാണ്. ആദ്യമായി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഏതൊരു പ്രവർത്തനത്തിൻ്റെയും ആരംഭത്തിൽ ചെയ്യുന്നത് പോലെ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം. അള്ളാഹുവിൻ്റെ നാമത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒരാൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് തൻ്റെ ഭക്ഷണം ആരംഭിക്കുകയാണ് എങ്കിൽ പിശാച് തൻ്റെ കൂടെയുള്ളവരോട് പറയും, നമുക്കിവിടെ ഭക്ഷണമില്ല. അപ്പോൾ തൻ്റെ ഭക്ഷണ സന്ദർഭത്തിൽ പോലും പിശാച് അവിടെ ഹാജരാകുന്നു. ആ പിശാചിനെ അകറ്റാനുള്ളൊരു മാർഗമാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി ബിസ്മി ചൊല്ലി തുടങ്ങുക എന്നുള്ളത്. ഇനി അഥവാ ബിസ്മി ചൊല്ലാൻ മറന്നു കഴിഞ്ഞാൽ ബിസ്മില്ലാഹി ഫി അവ്വലിഹി വ ആഖിരിഹി എന്ന് പറയുക. അതായത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ നമുക്ക് ബിസ്മി ചൊല്ലിയിട്ടില്ല എന്ന് ഓർമ്മ വന്നു കഴിഞ്ഞാൽ ബിസ്മില്ലാഹി ഫി അവ്വലിഹി വ ആഖിരിഹി, ആദ്യത്തിലും തുടക്കത്തിലും അള്ളാഹുവിൻ്റെ നാമത്തിൽ. അപ്പോൾ ആദ്യം പറയാൻ നമ്മൾ മറന്നുപോയതിന് പകരമായി കൂടുതൽ പറയുകയാണ്. ഈ ഭക്ഷണത്തിൻ്റെ ആദ്യത്തിലും തുടക്കത്തിലും അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്, അതാണ് ബിസ്മില്ലാഹി ഫി അവ്വലിഹി വ ആഖിരിഹി എന്നുള്ളത്. അത് ചില ഹദീസുകളിൽ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്നും വന്നിട്ടുണ്ട്. അർത്ഥം ഒന്ന് തന്നെയാണ്, അതിൽ ഫി എന്നുള്ള പദപ്രയോഗം ഇല്ല എന്ന് മാത്രം. ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു, ഈ ഭക്ഷണത്തിൻ്റെ ആദ്യത്തിലും അതിൻ്റെ അവസാനത്തിലും അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി നമുക്ക് ഒരു ഭക്ഷണം അനുഗ്രഹമായി ലഭിച്ചാൽ, അതായത് ഭക്ഷണം അനുഗ്രഹമായി ലഭിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അധ്വാനിക്കാതെ, നമ്മൾ പണം മുടക്കാതെ, പണം ചിലവഴിക്കാതെ നമുക്ക് ഒരാൾ ഭക്ഷണം കൊണ്ടുവന്ന് തന്നു. അപ്പോൾ നമുക്കത് കിട്ടിയൊരു അനുഗ്രഹമാണ്. അതേപോലെ നമ്മുടെ പണച്ചിലവോ നമ്മുടെ അധ്വാനങ്ങളോ ഇല്ലാതെ നമുക്കൊരു ഭക്ഷണം അനുഗ്രഹമായി ലഭിച്ചാൽ ആ അനുഗ്രഹം ലഭിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ആ ഭക്ഷണത്തിൻ്റെ സന്ദർഭത്തിൽ ഇപ്രകാരം പറയണം: അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ അത്ഇംനാ ഖൈറൻ മിൻഹു. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഈ ഭക്ഷണത്തിൽ നീ ബർക്കത്ത് നൽകണമേ, ഇതിനേക്കാൾ ഉത്തമമായത് ഞങ്ങളെ നീ ഭക്ഷിപ്പിക്കുകയും ചെയ്യണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ദുആ നിർവഹിക്കുവാൻ വേണ്ടി പഠിപ്പിച്ചത് ഈ നിലയ്ക്ക് നമുക്കൊരു പ്രത്യേകം അനുഗ്രഹം എന്ന നിലയ്ക്ക് ഭക്ഷണം ലഭിക്കുമ്പോഴാണ്. മാത്രവുമല്ല, നമുക്ക് ലഭിച്ച നിഅമത്തുകളെക്കുറിച്ച് അല്ലാഹു തആല ചോദ്യം ചെയ്യും എന്നും വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിഅമത്തുകളെക്കുറിച്ച് ചോദ്യം ചെയ്യും. അപ്പോൾ ആ ഒരു നിഅമത്ത് ലഭിക്കുമ്പോൾ അതിലൊരു ഖൈറും ഒരു നന്മയും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ബറക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതേപോലെ നമുക്ക് പാനീയങ്ങൾ അനുഗ്രഹമായി ലഭിച്ചാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു, അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ ഇതിൽ ബറക്കത്ത് നൽകണമേ, ഞങ്ങൾക്ക് ഇതിൽ നീ വർധനവ് നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ടും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ തുടക്കത്തിൽ ബിസ്മില്ലാ എന്നും, അഥവാ വിട്ടുപോയാൽ മറന്നുപോയാൽ ബിസ്മില്ലാഹി ഫി അവ്വലിഹി വാഹിരിഹി എന്നും, ഒരു ഭക്ഷണം നമുക്ക് അനുഗ്രഹമായി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറൻ മിൻഹു എന്നും, വെള്ളം അനുഗ്രഹമായി ലഭിച്ചാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു എന്നും പറയൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയാക്കി പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.